ടാക്സ് ട്രാപ്സ് ഓഫ് മിഡിൽ ക്ലാസ്. വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ. ഇന്ത്യയിലുള്ള ഒരു മിഡിൽ ക്ലാസ് ടാക്സ് പേയർ, അതായത് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ജോലിയിൽ കയറി വർഷത്തിൽ ഏകദേശം 10 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 30 മുതൽ 40% ടാക്സ് ആയിട്ടാണ് പോകുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഒരു വർഷം ജോലി ചെയ്യുന്നതിൽ 3 മുതൽ 4 മാസം ടാക്സ് പേ ചെയ്യാനാണ് ഏതൊരു മിഡിൽ ക്ലാസ് വ്യക്തിയും കഷ്ടപ്പെടുന്നത്. ഇതിൻ്റെ ശരിക്കുമുള്ള മീനിങ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും ഒരേ സ്കൂളിൽ പഠിച്ചു. നിങ്ങളായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ടാണെങ്കിൽ ഒട്ടും പഠിക്കാത്ത ആളായിരുന്നു. നല്ല മാർക്ക് വാങ്ങി നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ടിംഗ് സാലറി എന്ന രീതിയിൽ 25K റേഞ്ചിൽ ഇന്ത്യയിൽ തന്നെ ഒരു MNCയിൽ നിങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങി. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 90K പെർ മന്ത് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് കോളേജിൽ ഒന്നും പോവാത്തത് കൊണ്ട് ഒരു ഡ്രൈവിംഗ് ജോബിൽ കയറി, അതും ദുബായിൽ. അവന് മാസത്തിൽ 80K ആണ് സാലറി. അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് അധികമാണെങ്കിലും അതൊരു ഇൻകം ടാക്സ് ഫ്രീ കൺട്രിയാണ്. ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ നിങ്ങളുടെ ആനുവൽ ഇൻകമായ 10,80,000 എൻ്റർ ചെയ്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു 50K ഉണ്ടെന്ന് പറഞ്ഞാലും ഏകദേശം 1,26,360 രൂപ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് മാസത്തിൽ 10,530 രൂപ. അത് നിങ്ങളുടെ സാലറിയുടെ 12%. സോ ടെക്നിക്കലി നോക്കിയാൽ നിങ്ങൾ ആക്ച്വലി ഡ്രൈവറായ നിങ്ങളുടെ ഫ്രണ്ടിനേക്കാളും കുറവായിട്ടാണ് ഏൺ ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യയിൽ എന്തെല്ലാം ടാക്സ് സേവിംഗ് ഓപ്ഷൻസ് ഉണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ വരുന്ന ഈ കാര്യങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കുക. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തു. അടുത്ത ഓപ്ഷൻ സെക്ഷൻ ATC എടുത്താൽ അതിൽ വരുന്ന 3 വർഷം ലോക്കിൻ പീരീഡുള്ള ELSS മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതോ, ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ എമൗണ്ട് പേ ചെയ്യുന്നതോ, ഓർ EPF, PPF ഗവൺമെൻറ് സ്കീംസ് വഴി ടാക്സ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ എങ്ങായ ഒരാളാണെങ്കിൽ ഈ 1.5 ലക്ഷം ലിമിറ്റിൻ്റെ ബെസ്റ്റ് വേയിൽ യൂസ് ചെയ്യാൻ ആദ്യം നിങ്ങളൊരു ടേം ലൈഫ് ഇൻഷുറൻസ് എടുത്ത് അതിലൊരു 22-23K ഡിഡക്ഷൻ കവർ ചെയ്താൽ ബാലൻസ് വരുന്ന എമൗണ്ടിനെ 3 ഇയർ ലോക്ക് ഇൻ പീരീഡ് വരുന്ന ELSS ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഈ ഓപ്ഷൻ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് നല്ല റിട്ടേൺസും പ്ലസ് വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും തരും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 80D യൂസ് ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതാണ്. ഈ കാലത്ത് മെഡിക്കൽ ബിൽ വലിയൊരു ബർഡൻ തന്നെയാണ്. സോ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനും എമർജൻസിയിൽ യൂസ് ആവാനും ഒരേപോലെ ഹെൽപ്ഫുള്ളാണ്. ഈ ടേബിൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. 60 വയസ്സിന് താഴെയാണ് നിങ്ങളും നിങ്ങളുടെ പേരൻസും എങ്കിൽ 2 കാറ്റഗറിയിലും ഈച്ച് 25K എന്ന രീതിയിൽ നിങ്ങൾക്ക് 50K ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് 60- പേരൻസിന് 60+ ആണെങ്കിൽ പേരൻസിന് മാത്രം സെപ്പറേറ്റായി 50K കവർ ചെയ്ത് അറൗണ്ട് 75K ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, നിങ്ങൾക്ക് ഹോം ലോൺ എടുക്കാനാണെങ്കിൽ സെക്ഷൻ 24B യൂസ് ചെയ്ത് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 2 lakhs എങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എല്ലാം പർപ്പസ് എന്ന് പറയുന്നത് പരമാവധി കുറവായി ടാക്സ് പേ ചെയ്യാൻ, ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റ് ആവാൻ, പ്ലസ് വെൽത്ത് ബിൽഡ് ചെയ്യാനാണ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ക്ലെയിംസ് എടുത്താലും ഡിഡക്ഷനായി ആനുവലി വരുന്ന 2.5 ലക്ഷം രൂപയായിരിക്കും. ഇത് വീണ്ടും ടാക്സ് കാൽക്കുലേറ്ററിൽ ഇട്ടാൽ ടാക്സ് ലൈബിലിറ്റിയായി ഡിസ്പ്ലേ ആവുന്നത് അപ്രോക്സിമേറ്റ്ലി 81,640 ആണ്. അതായത് ആനുവൽ ഇൻകമിൻ്റെ 7%. സോ നിങ്ങളുടെ ഇൻകം ഇങ്ങനെയുള്ള റേഞ്ചിലാണെങ്കിൽ ഇതുപോലെയുള്ള മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടാക്സ് സേവിങ് നടത്താൻ പറ്റും. മിഡിൽ ക്ലാസ് ആളുകൾ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത് ഡയറക്റ്റ് ടാക്സിൽ മാത്രമല്ല, GST പോലുള്ള ഇൻഡയറക്റ്റ് ടാക്സസും പ്രോബ്ലമാറ്റിക് തന്നെയാണ്. വീട്, കാറ് എന്ന് പറയുന്നത് പല ഡ്രീംസും നമുക്കുണ്ടാവും. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല ടാക്സസും നമ്മുടെ ബഡ്ജറ്റിനെ കൊളാപ്സ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, 15 lakhs വർത്തുള്ള ഒരു കാർ വാങ്ങാൻ പോകുമ്പോൾ ഒരു സാലറീഡ് പേഴ്സൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 21 ലക്ഷമെങ്കിലും അറേഞ്ച് ചെയ്യണം. കാരണം അപ്രോക്സിമേറ്റ്ലി 6 ലക്ഷം ഇൻകം ടാക്സ് പേ ചെയ്താലേ ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന 15 ലക്ഷം പ്രൈസിലേക്ക് വണ്ടി എത്തും. ഇനി അതല്ല, ഫുൾ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ കാറിൻ്റെ റിയൽ പ്രൈസ് ആക്ച്വലി 10 ലക്ഷമായിരിക്കും. പക്ഷേ 28% GST അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഷോറൂം പ്രൈസ് ഏകദേശം 14 ലക്ഷം വരെ എത്തും.
അതിൻ്റെ കൂടെ റോഡ് ടാക്സ്, RTO ക്ലിയറൻസ്, ഇൻഷുറൻസ് എല്ലാം കഴിഞ്ഞ് ഓൺ റോഡിലേക്ക് വണ്ടി എത്തുമ്പോഴേക്കും പ്രൈസ് അപ്രോക്സിമേറ്റ്ലി 18 ലക്ഷമാവും. സോ ഇവിടെ സിമ്പിളായി കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു കാറ് വാങ്ങാൻ വേണ്ടി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ ഫോമിൽ ഒരു വണ്ടി കൂടി വാങ്ങാനുള്ള അത്ര തന്നെ എമൗണ്ട് ആയിരിക്കും നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ അല്ലാതെ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ ഷോറൂം പ്രൈസ് കൊടുക്കുന്ന സമയത്ത് GST നമ്പർ യൂസ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് അതിനെ ബിസിനസ് എക്സ്പെൻസായി കൺവേർട്ട് ചെയ്യാം. ഇനി ഗാഡ്ജറ്റിൻ്റെ എക്സാമ്പിൾ എടുത്തു നോക്കാം. ബേസിക്കലി ഇന്ത്യയിൽ ഐഫോണിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 30 to 40K കൂടുതലാണ്. സോ ഈ പ്രൊഡക്റ്റിൻ്റെ ബിസിനസ് പെർസ്പെക്റ്റീവിലേക്കുള്ള പ്രൈസ് ഡിഫറൻസ് അറിയാൻ ആമസോണിൽ കാണുന്ന നോർമൽ കസ്റ്റമറിൻ്റെ പ്രൈസും ബിസിനസ് അക്കൗണ്ടിൽ വരുന്ന GST എക്സ്ക്ലൂഡ് ആയ പ്രൈസും കമ്പയർ ചെയ്താൽ മതി. അതിൻ്റെ അർത്ഥം ഈ എമൗണ്ട് മൊത്തമായി അവർ സേവ് ചെയ്യുന്നു എന്നല്ല. ഈ പ്രൊഡക്റ്റിന് അത് അവർ പേ ചെയ്യില്ല. പക്ഷേ ഇൻകം വരുമ്പോഴുള്ള GST ബേസിസിൽ അത് അവർ അഡ്ജസ്റ്റ് ചെയ്യും. അതേസമയം ഈ പർച്ചേസിനെ ബിസിനസ് എക്സ്പെൻസായി കാണിച്ച് ഫൈനൽ ടാക്സ് എമൗണ്ടും കുറവാക്കും. പക്ഷേ ഒരു നോർമൽ കസ്റ്റമറിൻ്റെ കാര്യമെടുത്താൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഇത് രണ്ടും അവർക്ക് അധികമായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആവറേജായി ഏൺ ചെയ്യുന്ന ഒരു സാലറിഡ് മാൻ 3-4 മാസം ജോലി ചെയ്യുന്നത് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ നമുക്ക് ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ടോട്ടൽ പോപ്പുലേഷൻ്റെ 70% ആളുകൾ ടാക്സ് കിട്ടുന്നുണ്ട്. അതേസമയം ഇവിടെയാണെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ ജസ്റ്റ് 5 മുതൽ 7% ആളുകളെ ഇൻകം ടാക്സ് തന്നെ ഫയൽ ചെയ്യുന്നുള്ളൂ. സോ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് ഒരു നല്ല ഫിനാൻഷ്യൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഡിസിപ്ലിൻഡായി ഓർഗനൈസ് ചെയ്താൽ ഫ്യൂച്ചറിൽ ഏതൊരു ലോൺ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഈസിലി അവൈൽ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ലോസസ് നിന്ന് ഓവർകം ചെയ്യാനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കുറേ പേർക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർ ആവുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ ഈ പറയുന്ന എല്ലാ എക്സ്പെൻസസും പ്ലസ് എക്സ്ട്രാ എക്സ്പെൻസസും നിങ്ങൾക്ക് ബിസിനസ് എക്സ്പെൻസ് കാറ്റഗറിയിൽ ലിസ്റ്റ് ചെയ്ത് GST നമ്പർ വഴി ഇൻഡയറക്റ്റ് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഫാമിലിയിലുള്ള ആളുകൾക്ക് സാലറി ബേസിസിലുള്ള ജോബ് ഓഫറും കൊടുക്കാം. നിങ്ങൾക്ക് സ്വയം സാലറി ബേസിസിൽ വർക്ക് ചെയ്യാം. ഇങ്ങനെ സ്ട്രക്ചേർഡായി പ്ലാൻ ചെയ്താൽ ഫാമിലി ബേസ്ഡായ എല്ലാ സാലറീസും നിങ്ങളുടെ ടോട്ടൽ ടാക്സ് ഡിഡക്ഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്ലസ് ബിസിനസ്സിന് വേണ്ടി പർച്ചേസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ്, ലാപ്ടോപ്പ്, കാർ, ഫോൺ ഇതിനെല്ലാം ഡിപ്രിസിയേഷനും ക്ലെയിം ചെയ്യാം. മണി സേവ് ചെയ്യാനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡാണ്. നിങ്ങളൊരു ഫാമർ ആണെന്ന് ലിസ്റ്റ് ചെയ്താൽ ഇന്ത്യാസ് ടാക്സ് സെക്ഷൻ 10(1) ആൻഡ് സെക്ഷൻ 21A അനുസരിച്ച് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ പല സെലിബ്രിറ്റീസും അമിതാഭ് ബച്ചൻ, ധോണി ഇവരെല്ലാം ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് ടാക്സ് സേവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു അഗ്രികൾച്ചറൽ ലാൻഡിൽ ഫാം ഹൗസ് ഉണ്ടെങ്കിൽ അതിനെ ചെറിയൊരു റിസോർട്ട് റെൻ്റൽ പ്രോപ്പർട്ടിയായി കൺവേർട്ട് ചെയ്താൽ ഡോക്യുമെൻറ്റിൽ ഇത് അഗ്രികൾച്ചറൽ ലാൻഡായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന റെൻ്റൽ ഇൻകം, അഗ്രികൾച്ചറൽ ഇൻകം, ഈ പ്രോപ്പർട്ടിയെ സെൽ ചെയ്ത് വേറൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ടാക്സ് എക്സംഷന് യൂസ് ആവുന്ന കാര്യങ്ങളാണ്. ഇതേ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് പലരും ടാക്സ് ഫ്രീ ഇൻകം ഏൺ ചെയ്യുന്നത്. ഫൈനലി ഈ വീഡിയോയുടെ സമ്മറി ഒന്ന് നോക്കാം. 1. നോർമലി ഒരു ടാക്സ് ചാർജ് നടക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ റെഫർ ചെയ്തു. 2. സെക്ഷൻ 80C യൂസ് ചെയ്തിട്ടുള്ള ടാക്സ് സേവിംഗ് മെത്തേഡ്. 3. സെക്ഷൻ 80D യൂസ് ചെയ്ത് ഏകദേശം 75K വരെയുള്ള സേവിങ്സ് ക്ലെയിം ചെയ്യാനുള്ള സ്ട്രാറ്റജി നമ്മൾ നോക്കി. 4. ഹോം ലോണിൻ്റെ കാര്യത്തിൽ സെക്ഷൻ 24B യൂസ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ. സോ ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ടാക്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ വരുന്ന എക്സ്പെൻസസിനെ ബിസിനസ് എക്സ്പെൻസസായി ഇൻക്ലൂഡ് ചെയ്താൽ GST നമ്പർ യൂസ് ചെയ്ത് ലീഗലായി ടാക്സ് സേവ് ചെയ്യുന്ന മെത്തേഡിനെ പറ്റിയും നമ്മൾ നോക്കി. ആൻഡ് ഫൈനലി അഗ്രികൾച്ചർ ലാൻഡിനെ എങ്ങനെ ടാക്സ് സേവിംഗ് ഇൻകമായി ജനറേറ്റ് ചെയ്യണമെന്നും റെഫർ ചെയ്തു. സോ ഐ ഹോപ്പ് യു എൻജോയ് ടുഡേയ്സ് വീഡിയോ. ഇതേപോലെയുള്ള പല ഫിനാൻഷ്യൽ സീക്രട്സ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ വേണ്ടി കീപ് വാച്ചിങ് അവർ ചാനൽ. ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.